അതിന്റെ അടുക്ക് വയനാട്ടിൽ നിന്ന് തന്നെ ഇന്ന് കണ്ടിട്ടുള്ള വേറൊരു മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച ഇതാ കണ്ടോക്കി. കച്ചവടം ഇവിടെ ഫ്രീ ആയിട്ടാണ് കൊടുത്തത്. കച്ചവടം ഇവിടെ അങ്ങ് അടിച്ചു പൊളിക്കുക അത്ര തന്നെ. അതായത് എന്തൊക്കെ കൊണ്ടുവന്നായിരുന്നു? കുട്ടികൾക്ക് മിഠായി, പിന്നെ അതുപോലെ തന്നെ കളിപ്പാട്ടങ്ങൾ, ബൊമ്മകൾ, പിന്നെ പഠിക്കാനുള്ള ബുക്കുകൾ, എഴുതി പഠിക്കാനുള്ള ബുക്കുകൾ, മാജിക് സ്ലൈറ്റ്, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു പെട്ടി നിറയെ സാധനങ്ങളായിട്ടാണ് രമേശ് വന്നത്. അതായത് സാധാരണ ഉത്സവപ്പറമ്പിലേക്ക് കച്ചവടത്തിന് പോകുന്ന പോലെ മുഴുവൻ സാധനമായിട്ട് ഇങ്ങ് പോന്നു. പക്ഷെ അത് മുഴുവൻ ഇവിടെ സൗജന്യമായിട്ട് വിതരണം ചെയ്തു. ചാക്കിലൊക്കെ നിറച്ച് സാധനം ഉണ്ടായിരുന്നു അല്ലേ? കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അടിപൊളി സാധനങ്ങളൊക്കെയാണ് കൊടുത്തത്. എല്ലാ സാധനങ്ങളും കൊടുത്തു. അതായത് നമ്മുടെ ഗോൾഡ് കവറിംഗ് വളയും മാലയും ഉൾപ്പെടെ കൊടുത്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ രമേശിന് ഒരു നല്ല വിലയുള്ള സാധനങ്ങളാണ്. എന്തായാലും നല്ലൊരു അഭിനന്ദനം അറിയിക്കുകയാണ്. ഇവിടെ ഒരാള് ഇവിടെ ഫുള്ള് ബലൂണൊക്കെ വെച്ച് ഇങ്ങനെ അലങ്കരിക്കുന്നുണ്ട്. അദ്ദേഹം തൃശ്ശൂരിൽ നിന്ന് വന്നതാണ്. ഈ കുട്ടികളെ കാണാൻ വേണ്ടി തൃശ്ശൂരിൽ നിന്ന് വന്നതാണ്. എവിടെ വീട്? തൃശ്ശൂർ താണിക്കുളം. വരാന്ന് വെച്ചാല് എന്താ പറയാ, ഇവിടെ കുട്ടികളെയൊക്കെ ഒന്ന് കാണണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. കാരണം വെച്ചാല് എല്ലാം അതിജീവിച്ചവരാണ് ഇവിടുത്തെ കുഞ്ഞു കുരുന്നുകളെ. അതായത് ഒരുപാട് സമ്പത്തുള്ളതിൽ നിന്ന് കുറച്ച് ദാനം ചെയ്യണതും കുറഞ്ഞ സമ്പത്തുള്ളവന് അതിൽ നിന്ന് ദാനം ചെയ്യണതും ആ ദാനം ചെയ്യുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അല്ലേ. കുറച്ച് ഉള്ളതിൽ നിന്ന് എടുത്തു കണ്ട് കൊടുക്കുന്ന ആ ഒരു ദാനത്തിന് ഒരുപാട് പുണ്യമുണ്ട്. അപ്പോൾ ഈ ഒരു മനുഷ്യന് അദ്ദേഹം ഒരു ബലൂണ് മറ്റേ നമ്മുടെ ഉത്സവ പറമ്പുകളിലൊക്കെ ബലൂണൊക്കെ വിറ്റിട്ട് നടക്കുന്ന ഒരു മനുഷ്യനാണ്. അയാൾ ഉള്ളത് എടുത്തിങ്ങാണ്ട് ഇന്ന് പാവപ്പെട്ട മനുഷ്യന്മാർ കൊടുത്ത് ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ആ സ്കൂളിൽ പോയി സന്ദർശിക്കുക, അവിടെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും അവരെ കൂടെ നിന്ന് കൊടുക്കാൻ ഒരുപാട് ആഗ്രഹമുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ ഇതുപോലുള്ള ആളുകളൊക്കെ നമ്മൾ കൂടെ ചേർത്ത് പിടിക്കേണ്ട ആളുകളാണ്. നമുക്ക് വലിയ സന്തോഷം തോന്നി അല്ലേ?